ഈ നാട്ടിലെ മുഴുവൻ വനിതകൾക്ക്, സഹോദരങ്ങൾക്ക്, സഹപ്രവർത്തകർക്ക്, സഹോദരിമാർക്ക്, അവർക്കെല്ലാവർക്കും KSRTC ബസ്സിൽ സൗജന്യമായ യാത്ര ഉറപ്പുവരുത്താൻ പോകുന്ന മുന്നണിയുടെ പേരെന്താ? ഈ നാട്ടിൽ കോളേജിൽ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക്, സർക്കാർ എയ്ഡഡ് കോളേജുകളിലൊക്കെ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ വെച്ച് അവരുടെ കുഞ്ഞു ചെലവുകൾക്ക് മാസം അവരുടെ അക്കൗണ്ടിൽ വരുമെന്ന് ഉറപ്പ് പറയുന്ന മുന്നണിയുടെ പേരെന്താ? ഈ നാട്ടിൽ ജോലി ആവശ്യാർത്ഥം ചെറുപ്പക്കാർ നാടുവിടാൻ ആഗ്രഹിക്കുമ്പോ, വേണ്ട, നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ ഇവിടെ തന്നെ നിൽക്കാൻ കഴിയാവുന്ന സഹായം ചെയ്യാമെന്ന് പറഞ്ഞ് 5 ലക്ഷം രൂപ വരെയുള്ള ഈ സൗജന്യമായ പലിശരഹിതമായ വായ്പ അവർക്ക് കൊടുക്കാൻ പോകുന്ന മുന്നണിയുടെ പേരേതാ? നമ്മുടെ മുതിർന്ന പ്രായമായവരുടെ, നമ്മുടെ എല്ലാമായവരുടെ പെൻഷൻ അത് 3000 ആക്കാൻ പോകുന്ന മുന്നണിയുടെ പേരെന്താ? അവർക്ക് പ്രത്യേകമായ വകുപ്പ് രൂപീകരിക്കാൻ പോകുന്ന മുന്നണിയുടെ പേരെന്താ? ഇവിടെ ജയിക്കാൻ പോകുന്ന മുന്നണിയുടെ പേരെന്താ? ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ നാട്ടിലെ ഏത് സാധാരണക്കാരനും ഒരു പ്രതിസന്ധി വരുമ്പോ സാറേന്ന് പോലും വിളിക്കാതെ പേര് നീട്ടി വിളിക്കാൻ പറ്റുമായിരുന്ന ഒരാൾ ഈ നാട്ടിലുണ്ടായിരുന്നു. ഈ നാടിന്റെ ഭരണാധികാരിയായിരുന്നു, ഈ നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെ നീട്ടി വിളിച്ച വീട്ടിൽ പോയി പറയണമെന്നൊന്നും ആദ്യം 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശിവാനിക്ക് പോലും ഉമ്മൻചാണ്ടി എന്ന് നേരിട്ട് നീട്ടി വിളിക്കാവുന്ന ആ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ ചികിത്സക്ക് പ്രയാസം അനുഭവിക്കുന്ന പാവപ്പെട്ടവർക്ക് 25 ലക്ഷം രൂപ വരെയുള്ള ചികിത്സയുടെ കാര്യങ്ങൾ അത് നോക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ പോകുന്ന മുന്നണിയുടെ പേരെന്താ?